തൃശൂർ DCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുന്നു DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ. തനിക്കെതിരെയും ഷാഫിക്കെതിരെയും നടപടിയെടുത്തത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാനാണെന്നാണ് കുറ്റപ്പെടുത്തൽ. വിപ്പ് കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. ഭരണം പിടിക്കാനുള്ള ഒരിടപെടലും DCC നടത്തിയിട്ടില്ല എന്നുകൂടി TM ചന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു. മറ്റത്തൂരിൽ BJPയുമായി മുൻധാരണയോ സഖ്യമോ ഇല്ല എന്നും TM ചന്ദ്രൻ വ്യക്തമാക്കി. പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ ടെസ്സിയെ മത്സരിപ്പിക്കുകയും ആ ടെസ്സിക്ക് BJPക്കാരുടെ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു മുൻ ധാരണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് ഞാൻ DCC ജനറൽ സെക്രട്ടറി എന്നെയും മണ്ഡലം പ്രസിഡന്റ് ഷാഫിയെയും പുറത്താക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ 8 മെമ്പർമാർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് പറയുന്നത്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചത്, DCC നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതിന് ഞങ്ങളെ ബലിയാടാക്കുകയാണ്. സ്വാഭാവികമായും വിപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരായ DCC നേതൃത്വം വിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ നേതൃത്വവുമായി മണ്ഡലം നേതൃത്വവുമായോ ഈ പഞ്ചായത്ത് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, രൂക്ഷമായ ഭാഷയിലാണ് ഇയാൾ പ്രതികരിക്കുന്നത്. DCCക്ക് പിടിപ്പുകേട് ഉണ്ടായി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. മറ്റത്തൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ TM ചന്ദ്രനാണ് എന്നുള്ളതായിരുന്നു അവിടെയുള്ള കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്ന വിനീത. കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഈ TM ചന്ദ്രനെതിരെ പരസ്യ പ്രതിഷേധവുമായി അവിടെയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. രൂക്ഷമായ ഭാഷയിൽ അവർ സംസാരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ TM ചന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ TM ചന്ദ്രൻ ആദ്യമായിട്ട് പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. DCCക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് TM ചന്ദ്രൻ പ്രതികരിക്കുന്നത്. DCCയുടെ ഇപ്പോഴത്തെ നടപടി, അതായത് താൻ ഉൾപ്പെടുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി അപഹാസ്യ നാടകമാണ് എന്നുള്ളതാണ് TM ചന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ തങ്ങളെ ബലിയാടാക്കുകയാണ്. അവിടെ ഭരണസമിതി UDF വരുന്നതിന് വേണ്ടി ഒരു ഇടപെടലും DCC നടത്തിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തനിക്കെതിരെയും മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഷാഫിക്കെതിരെയും നടപടിയെടുത്ത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാനെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, വിപ്പ് കൊടുക്കാൻ പാർട്ടി തയ്യാറാകാതിരുന്നത് നേതൃത്വത്തിന്റെ വലിയ വീഴ്ചയാണെന്നുള്ളതാണ് TM ചന്ദ്രൻ പറയുന്നത്. ഇന്ന് രാവിലെ DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്ന സമയത്ത് അവിടെ 8ഓളം കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച കോൺഗ്രസിന്റെ വാർഡംഗങ്ങൾക്ക് വിപ്പ് കൊടുത്തിരുന്നു, കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അത് വിതരണം ചെയ്യാൻ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റി പറയപ്പെടുന്ന TM ചന്ദ്രൻ ഉൾപ്പെടെ തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു ടാജിറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ആ ആരോപണം പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രത്യാരോപണം ഇപ്പോൾ TM ചന്ദ്രൻ നടത്തുന്നത്. ഭരണം പിടിക്കാനുള്ള ഒരു ഇടപെടലും DCC നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. DCC തങ്ങൾക്കെതിരെ എടുത്ത നടപടി അപഹാസ്യ നാടകമാണെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റത്തൂരിൽ BJPയുമായി മുൻധാരണയോ സഖ്യമോ ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. നേരത്തെ CPM ഈ നീക്കത്തിന് തൊട്ട് പിന്നാലെ നടത്തിയിരുന്നത് അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ RSS BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന നേതാക്കൾ മറ്റത്തൂർ ക്യാമ്പ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. TM ചന്ദ്രനാണ് അവിടെ പാലം വലിച്ചിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന വാടകങ്ങളൊക്കെ തന്നെ BJPയുടെ പിന്തുണയോടുകൂടി ഭരണസമിതി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയ TM ചന്ദ്രനാണെന്ന് CPM ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് BJPയുമായി മുൻധാരണയോ സഖ്യമോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു വിശദീകരണം TM ചന്ദ്രൻ നടത്തും. അതോടൊപ്പം തന്നെ നേരത്തെ ലൈവുകളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന LDFിലോട്ട് പോയ KR ഔസേപ്പിനെ, അതായത് KR ഔസേപ്പ് എന്ന് പറയുന്ന UDFനെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മുന്നണിയിൽ നിലനിർത്താൻ, പാർട്ടിയിൽ നിലനിർത്താൻ DCC ഒരു ഇടപെടലും നടത്തിയില്ല. അതിലുൾപ്പെടെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ 8ഓളം വാടകങ്ങൾ അവിടെ നിന്നും രാജിവെച്ചിട്ടുള്ളത്. മറ്റന്നൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണസമിതി ഉണ്ടാക്കാൻ ഇവിടെയുള്ള DCC നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതിലുള്ള ഒരു നീക്കമാണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അതേപോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലും അതൊന്നും തന്നെ നിഷേധിക്കുന്നുമില്ല. വിനീത, മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.